നെർവ് സിസ്റ്റം. ന്യൂറോണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? എന്താ ന്യൂറോൺ, ന്യൂറോണിന്റെ പാർട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നെർവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്താ ഈ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്? നെർവ് സിസ്റ്റത്തിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സെൻട്രൽ നെർവ് സിസ്റ്റം, സെക്കൻഡ് വൺ പെരിഫറൽ നെർവ് സിസ്റ്റം. എന്താ ഈ സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്ന് വരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും കൂടെ ചേർന്ന് വരുന്ന പോർഷനെയാണ് നമ്മൾ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്രാനിയൽ നെർവ്സിൽ 12 പെയർസ് ഓഫ് നെർവ്സ് ആണ് ഉള്ളത്. അതായത് 12 പെയർസ് ഓഫ് നെർവ്സ് ചേരുന്നതാണ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ നെർവ്സിൽ 31 പെയർസ് ആണുള്ളത്. ദാറ്റ് മീൻസ് 31 പെയർസ് ചേർന്ന് വരുന്നതാണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു ഫ്ലോ ചാർട്ടിലോട്ട് മാറ്റിയാലോ? ഈ നെർവ് സിസ്റ്റത്തിനെ നമ്മളൊരു ഫ്ലോ ചാർട്ടിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? യെസ്, നെർവ് സിസ്റ്റം നമ്മൾ നോർമലി രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ നെർവ് സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് പെരിഫറൽ നെർവ് സിസ്റ്റം. ദെൻ അഗെയിൻ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അടുത്തത് പെരിഫറൽ നെർവ് സിസ്റ്റത്തിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതാ? ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. പിന്നെ നമ്മൾ എഴുതേണ്ട എന്താ? ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത് 12 പെയർസ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് 31 പെയർസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് നെർവ് സിസ്റ്റവും അതിന്റെ ക്ലാസിഫിക്കേഷനും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇതിൽ കുറച്ച് പോർഷൻസ് ഫില്ല് ചെയ്യണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും നോർമലി നമ്മൾ 10th എക്സാംസിന് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്.